യുദ്ധത്തിനും സമാധാനത്തിനുമായിട്ട് ഒരു രാജ്യം റോക്കറ്റുകളെ ഉപയോഗിക്കാറുണ്ട്. വരുംകാല വെല്ലുവിളികളെ നേരിടാനായിട്ട് പല രീതിയിലുള്ള പരിഷ്കരണങ്ങളും നടത്താറുണ്ട്. അത്തരത്തിൽ ഇന്ത്യയുടെ റോക്കറ്റ് ഫോഴ്സ് വലിയൊരു പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുകയാണ്. ഈ ഒരു കാരണത്താൽ നിരവധി റോക്കറ്റുകളാണ് ഇന്ത്യ വിന്യസിക്കാൻ പോകുന്നത്, പുതുതായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പരിഷ്കരണം ഇപ്പോൾ ആവശ്യമായിട്ട് മാറിത്തീരുന്നത്? ഗൗതം പറഞ്ഞത് ശരിയാണ്. ഇന്ത്യയുടെ റോക്കറ്റ് ഫോഴ്സ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിരുന്ന സ്മെർച്ച് എന്ന് പറയുന്ന റോക്കറ്റ് ലോഞ്ചർ, മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റവും തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത പിനാക 1 ഇതൊക്കെയാണ്. അതിൽ സ്മെർച്ചിൻ്റെ എക്സ്റ്റൻഡഡ് വെർഷൻ അല്ല നമ്മുടെ കൈവശം ഉണ്ടായിരുന്നത്. സ്മെർച്ചിൻ്റെ ആദ്യകാല, അതായത് ഏതാണ്ട് 60 കിലോമീറ്റർ ദൂരം വരെ പായിക്കുന്ന റോക്കറ്റുകൾ. അതുപോലെ തന്നെ നമ്മുടെ പിനാക 1 ഒക്കെ 40 കിലോമീറ്റർ വരെ റേഞ്ചുള്ള റോക്കറ്റുകളാണ്. ഇങ്ങനെ 2 MLRS, മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം ആണ് നമ്മുടെ കൈവശം ഉണ്ടായിരുന്നത്. വളരെ വേഗത്തിൽ ഇന്ത്യ അത് നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റംസ് നമ്മളിപ്പോൾ അതിൻ്റെ ദൂരപരിധി വളരെയധികം വർദ്ധിപ്പിച്ചു. പുതിയ പിനാക എക്സ്റ്റൻഡഡ് റേഞ്ച് 120 കിലോമീറ്റർ പരിധിയുള്ള ഈ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം നമ്മൾ സ്വയം വികസിപ്പിച്ചെടുത്തു. പിനാകയുടെ 60 തൊട്ട് 90 കിലോമീറ്റർ വരെയുള്ള സിസ്റ്റം നമ്മൾ കുറച്ച് കഴിഞ്ഞ വർഷം നമ്മൾ ഏതാണ്ട് അതിൻ്റെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഈ വർഷം ആദ്യഘട്ടം പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത് 120 കിലോമീറ്റർ റേഞ്ചുള്ള സിസ്റ്റമാണ്. അത് ഈ വർഷം തന്നെ അതിൻ്റെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കുകയും അത് നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗമാകുകയും ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇസ്രായേലിൻ്റെ സഹായത്തോടുകൂടി ഇവിടെ ഒരു സ്വകാര്യ കമ്പനി വികസിപ്പിച്ചെടുത്ത പ്രിസൈസ് ആൻഡ് യൂണിവേഴ്സൽ ലോഞ്ചിങ് സിസ്റ്റവും നമ്മൾ കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ പ്രിസൈസ് ആൻഡ് യൂണിവേഴ്സൽ ലോഞ്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത് പിനാക പോലെ അത്രയധികം റോക്കറ്റുകൾ ഒരു ലോഞ്ചറിൽ നിന്നും ഒരേ സമയം വിക്ഷേപിക്കാൻ കഴിവുള്ളതല്ല. പക്ഷേ പിനാകയുടെ റേഞ്ച് 120 ആണെങ്കിൽ ഈ പ്ലസ് എന്ന് പറയുന്ന പ്രിസൈസ് ആൻഡ് യൂണിവേഴ്സൽ ലോഞ്ചിങ് സിസ്റ്റത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 150 മുതൽ 300 കിലോമീറ്റർ വരെയാണ്. ഇത് കരസ്ഥമാക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ ചൈനയുടെ കൈവശമുള്ള PHL-16 എന്ന 300 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഈ യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം ചൈന വികസിപ്പിച്ചെടുത്തതിനെ തുടർന്നാണ്. എന്തായാലും ശരി, ഈ എക്സ്റ്റൻഡഡ് റേഞ്ച് ആയിട്ടുള്ള പിനാകയും അതുപോലെ പ്രിസൈസ് ആൻഡ് യൂണിവേഴ്സൽ ലോഞ്ചിങ് സിസ്റ്റവും നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നതോടുകൂടി നമ്മൾ വലിയ മുന്നേറ്റമാണ് നടത്താൻ പോകുന്നത്. പല ആൾക്കാരുടെയും മനസ്സിലൊരു സംശയം കാണും. ഇന്ത്യക്ക് ഷോർട്ട് റേഞ്ച് മിസൈലുകളുണ്ട്. ഇപ്പോൾ പ്രഗതി എന്നൊക്കെ പറയുന്ന ഷോർട്ട് റേഞ്ച് മിസൈലുണ്ട്. അത് കഴിഞ്ഞാൽ മീഡിയം റേഞ്ച് മിസൈലുണ്ട്. അങ്ങനെയുള്ള മിസൈലുകളുള്ള സാഹചര്യത്തിൽ എന്തിനാണ് ഈ റോക്കറ്റുകളുടെ പ്രസക്തി എന്താണ്? പഴയ കാലത്ത് റോക്കറ്റുകൾ ഗൈഡഡ് സിസ്റ്റം അല്ലായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ പിനാക എന്നത് ഗൈഡഡ് റോക്കറ്റാണ്. അതായത് സർക്കുലർ എറർ പ്രോബബിലിറ്റി വെറും 5 മീറ്ററിൽ താഴെ കറക്റ്റ് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ പോയിട്ട് ടാർഗറ്റിൽ പതിക്കാനുള്ള ശേഷിയുള്ള റോക്കറ്റുകളാണ്. അപ്പം മിസൈൽ പോലെ തന്നെ ഗൈഡഡ് റോക്കറ്റുകളുമാണ് ഇന്ന് നമ്മുടെ കൈവശമുള്ളത്. മറ്റൊന്ന്, റോക്കറ്റുകൾ വളരെ ചെലവ് കുറവാണ്. റോക്കറ്റുകൾ മിസൈലിനെ അപേക്ഷിച്ച് വളരെ ചെലവ് കുറവാണ്. അതാണ് ഇതിൻ്റെ മറ്റൊരു ഗുണം. ഇനി റോക്കറ്റുകൾ തന്നെ ഒരു ഏരിയ മുഴുവൻ ക്ലിയർ ചെയ്യുന്ന റോക്കറ്റുകളാണ് ഈ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകൾ എന്ന് പറയുന്നത്. പിനാകയൊക്കെ അത്തരത്തിലുള്ളതാണ്. പക്ഷേ ഈ യൂണിവേഴ്സൽ ലോഞ്ചിങ് സിസ്റ്റം എന്ന് പറയുന്നത് അത് ദീർഘദൂരത്തേക്ക് റോക്കറ്റ് പായിക്കുകയാണ്. അതിന് ഇത്രയധികം, ഇപ്പം എൻ്റെ ഒരു കണക്ക് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും ഞാൻ ഒരു അറിയുന്നിടത്തോളം ഏതാണ്ട് 2 മിനിറ്റിനുള്ളിൽ പിനാക ഒരു 14 റോക്കറ്റുകൾ വിക്ഷേപിച്ചു കഴിഞ്ഞു, ഒരു സിസ്റ്റം. അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം ആണെങ്കിൽ
അതിന് അത്രയും അധികം റോക്കറ്റുകൾ ഒരുമിച്ച് വിക്ഷേപിക്കാൻ പറ്റില്ല. അതൊരു 3-4 എണ്ണമായിരിക്കും വിക്ഷേപിക്കുന്നത്. പക്ഷെ അതിൻ്റെ റേഞ്ച് വളരെ കൂടുതലാണ്. അത് പ്രിസിഷൻ ഗൈഡഡ് ആണ്. അതായത് കറക്റ്റ് ടാർഗറ്റിനെ തന്നെ ലക്ഷ്യം വെച്ച് പോകുന്ന റോക്കറ്റുകൾ. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇസ്രായേലിൻ്റെ റോക്കറ്റ് നമ്മൾ വാങ്ങാനുള്ള, അത് ഇസ്രായേലിൻ്റെ റോക്കറ്റ് ആണെങ്കിലും നമ്മുടെ നാട്ടിലെ ഒരു കമ്പനിയാണ് അത് നിർമ്മിക്കുന്നത്. ഇതിന് ഇപ്പോൾ നമ്മൾ പേരിട്ടിരിക്കുന്നത് സൂര്യാസ്ത്ര എന്നാണ്. അത് ഇസ്രായേലിൻ്റെ എൽബിറ്റ് സിസ്റ്റമാണ് ഈ റോക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ടെക്നോളജി അവരുടെയാണ്. അങ്ങനെ ഈ സൂര്യാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത, അത് ഒരേ സമയം പ്രിസൈസുമാണ്, അതേസമയം അതിന് ദൂരത്ത് ഉള്ള ടാർഗറ്റുകളെ അതിന് ഇല്ലാതാക്കാനും പറ്റും. അങ്ങനെ ഒരു വലിയ ഏരിയ ക്ലിയർ ചെയ്യാൻ അതിന് പറ്റും. ഇപ്പോൾ നമ്മുടെ പിനാകയ്ക്ക് പറ്റും, ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കാൻ യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചിങ് സൂര്യാസ്ത്രത്തിനും പറ്റും. ഈ പിനാകയുടെ റേഞ്ച് ഇപ്പോഴത്തെ 120-ൽ നിന്നും വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് പിനാക റോക്കറ്റ് സിസ്റ്റം, മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം വരും കാലങ്ങളിൽ 200 കിലോമീറ്റർ ആദ്യം, പിന്നീട് അത് 300 കിലോമീറ്റർ ആയിട്ടും വർദ്ധിക്കും. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ യൂണിവേഴ്സൽ ലോഞ്ചിങ് സിസ്റ്റം പോലെ തന്നെ അത്രയും ദൂരം റോക്കറ്റ് പായിക്കാനുള്ള കഴിവ് പിനാകയ്ക്കുണ്ടാകും. ഒരേ സമയം യൂണിവേഴ്സൽ ലോഞ്ചിങ് സിസ്റ്റത്തിനേക്കാൾ അധികം നമ്പർ റോക്കറ്റും, എന്നാൽ അതിനോളം പ്രിസിഷനും അത്രയും ദൂരപരിധിയുമുള്ള ഈ റോക്കറ്റുകൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കൈവശം വരുമ്പോഴേക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ളത് തകർക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. അതായത് ഇപ്പോൾ ജമ്മുവിലെയോ കശ്മീരിലെയോ അല്ലെങ്കിൽ പഞ്ചാബിലെയോ അതിർത്തിയിൽ നിന്നും, പ്രത്യേകിച്ചും കാശ്മീർ വാലിയിൽ നിന്നും ജമ്മുവിൽ നിന്നുമുള്ള ഇത്തരം റോക്കറ്റുകൾ വിക്ഷേപിച്ചാൽ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലെ പാകിസ്ഥാൻ സ്ഥാപിച്ചിരിക്കുന്ന ടെററിസ്റ്റ് ലോഞ്ചിങ് പാഡുകൾ, അതുപോലെ തന്നെ ഭീകര ക്യാമ്പുകൾ, ഇതൊക്കെ നമുക്ക് വിമാനത്തിൻ്റെ സഹായമില്ലാതെ തന്നെ ഇത് ഉപയോഗിച്ച് തകർത്ത് കളയാൻ പറ്റും. അതായത് ഏതാണ്ട് ഒരു 150 കിലോമീറ്റർ അതിർത്തിയിൽ നിന്നും ദൂരെയാണ് ഈ ക്യാമ്പുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ലോഞ്ചിങ് പാഡുകളൊക്കെ അതിനേക്കാളും വളരെ അടുത്താണ്. അത് കാരണം അത്രയ്ക്ക് അടുത്ത് അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ടുള്ളൊരു പ്രയോജനം പാകിസ്ഥാനില്ല. അപ്പോൾ പാകിസ്ഥാൻ്റെ ഈ പറയുന്ന ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ നമുക്ക് വിമാനങ്ങൾ വേണ്ട എന്ന് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ, അതായത് ഒരു മിസൈൽ പോലും പ്രയോഗിക്കേണ്ട ആവശ്യമില്ലാതെ പാകിസ്ഥാൻ്റെ ഭീകര ക്യാമ്പുകളെ തകർക്കാൻ പറ്റും. പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് നേരെ ഈ ഭീകരരെ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നത്? അത് അവരുടെ വാർ ഓഫ് അട്രീഷൻ എന്ന് പറയുന്ന ഒരു യുദ്ധ തന്ത്രമാണ്. അതായത് ഇന്ത്യയെ 1000 മുറിവുകൾ ഉണ്ടാക്കി അതിലൂടെ ഇന്ത്യയെ രക്തം വാർന്ന് ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭീകര യുദ്ധം എന്ന് പറയുന്നത് നമുക്ക് പാകിസ്ഥാനേക്കാൾ ഭീകരവിരുദ്ധ യുദ്ധം ചെലവ് കുറവാണെങ്കിൽ ഭീകരരെ അയക്കുന്നത് റെഗുലർ സൈന്യത്തെ പോലെ അയക്കുന്നതിനെ പോലെ ചെലവേറിയ ഒരു സംഭവമായിട്ട് പാകിസ്ഥാന് മാറുകയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ടെറർ ഇക്കോസിസ്റ്റം, അതായത് ഭീകരരുടെ ആവാസ വ്യവസ്ഥ നിലനിർത്താൻ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ഒരു പരിധിവരെ അത് എത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ പാകിസ്ഥാൻ എത്തും. ഇതിനിടയ്ക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു, ചൈനയുടെ PHL-16 അതിലെ കുറെ റോക്കറ്റുകൾ കൈവശപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. 10-2 എന്നോ പേരിട്ടിരിക്കുന്ന ഈ റോക്കറ്റുകൾ, കുറച്ച് റോക്കറ്റുകൾ പാകിസ്ഥാന് ചൈന നൽകിയിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സൂര്യാസ്ത്ര എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ നമ്മുടെ ഈ യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം നമ്മുടെ കൈവശം വന്നതോടുകൂടി നമുക്ക് പാകിസ്ഥാനേക്കാൾ ഇതിൽ റേഞ്ചുള്ള റോക്കറ്റുകളാണ്. ചൈനയുടെ റോക്കറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് വെറും 200-225 കിലോമീറ്റർ ആണ്. പക്ഷേ നമ്മുടെ കൈവശം ഇരിക്കുന്ന സൂര്യാസ്ത്രത്തിൻ്റെ റേഞ്ച് ഏതാണ്ട് 300 കിലോമീറ്റർ വരെ ഉണ്ട്. ഇതാണ് ഇന്ത്യക്ക് ഇവിടെ നൽകുന്ന ഒരു മേൽക്കൈ. തീർച്ചയായിട്ടും യുദ്ധം വരും ദിവസങ്ങൾ ഇത് മറ്റൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഈ റോക്കറ്റ് ലോഞ്ചറുകൾ ഉപയോഗിച്ച് നമുക്ക് ലോയിറ്ററിംഗ് മ്യൂണീഷൻ എന്ന് പറയുന്ന സ്കൈ സ്ട്രൈക്കർ എന്ന് പറയുന്ന 100 കിലോമീറ്റർ പരിധിയുള്ള ഡ്രോണുകൾ, ആത്മഹത്യാ ഡ്രോണുകൾ, ലോയിറ്ററിംഗ് മ്യൂണീഷൻ, സൂയിസൈഡ് ഡ്രോണുകൾ വിക്ഷേപിക്കാനും ഇതേ
ലോഞ്ചിങ് സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് പറ്റും. അങ്ങനെ ഒരേ ലോഞ്ചിങ് സിസ്റ്റം ഉപയോഗിച്ച് പല ഡയമീറ്ററിലുള്ള റോക്കറ്റുകൾ, പലതരം പ്രഹരശേഷിയുള്ള റോക്കറ്റുകൾ, അതുപോലെ തന്നെ ആക്രമണ ഡ്രോണുകൾ, ആത്മഹത്യാ ഡ്രോണുകൾ, ഇതൊക്കെ തന്നെ വിക്ഷേപിക്കാൻ പറ്റുന്ന സിസ്റ്റം അതും നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുകയാണ്. എൽബിറ്റിൻ്റെ പിന്നെ ലൈസൻസ് എടുത്തിട്ടാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം നമ്മൾ ഈ കഴിഞ്ഞ ഒരു 2-3 വർഷം കൊണ്ട് നമ്മൾ വളരെയധികം നവീകരിക്കുകയും ഇക്കാര്യത്തിൽ പാകിസ്ഥാന് മേൽ ഒരു തരത്തിൽ നമ്മൾ മേൽക്കൈ ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. വരാനിരിക്കുന്ന ഒരു യുദ്ധത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ റോക്കറ്റുകളെ നേരിടുന്നതും അതും വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് ഗൈഡഡ് റോക്കറ്റുകളാണ്, അതിൻ്റെ റേഞ്ച് വളരെ ദൂരത്തു നിന്നും വിക്ഷേപിക്കാവുന്ന റോക്കറ്റുകളാണ്, അതിൻ്റെ ടെക്നോളജി ഏറ്റവും ആധുനികവുമാണ്. ഇതാണ് പാകിസ്ഥാനെ മേൽ ഇന്ത്യക്കുള്ള ഈ റോക്കറ്റ് ഫോഴ്സിൻ്റെ ആധുനികവൽക്കരണം കൊണ്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന നേട്ടം. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.